പെയിൻഫുള്ളാണ്, പക്ഷേ ഞാൻ അവരെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. എല്ലാ ആൾക്കാർക്കും ഇത്, ചില ആൾക്കാർക്ക് നല്ല പെയിൻ താങ്ങാനുള്ള ശേഷി കാണും. എനിക്ക് അത്രയും ശേഷി ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല ഇതായിരുന്നു. ഞാൻ അവരെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചായിരുന്നു. അതിലൊന്നും അവർക്ക് പിണക്കോ പരിവോ ഒന്നുമില്ല. അവർ നമ്മുടെ കൂടെ നല്ല കോപ്പറേറ്റീവായിട്ട് സാർ വെയിറ്റ് ചെയ്തു, പതുക്കെ ചെയ്യാം. പിന്നെ അവരാകെ പറയുന്നത് പറഞ്ഞാൽ കുതിരരുത്, നമ്മൾ ചെയ്യുമ്പോൾ കുതിരയാൽ കീറാനുള്ള സാധ്യത ഉണ്ടല്ലോ, അത് മാത്രം. അപ്പോൾ അതാണ് എനിക്ക് പെയിനിനെ പറ്റി. പിന്നെ ഇതിന് ശേഷം നമുക്ക് അങ്ങനെ പെയിനൊന്നുമില്ല. പിന്നെ ഈ ഒരൊറ്റ സ്ട്രെച്ചിൽ കിടക്കുമ്പോൾ നമുക്ക് ശരീരത്തിനുണ്ടാകുന്ന ചെറിയൊരു ബോഡി പെയിനും അതൊക്കെ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത്രയേ ഉള്ളൂ പെയിനിനെ പറ്റി പറയാനായിട്ട്. പിന്നെ ഈ ആഫ്റ്റർ HT ഫുഡ്, ഹെയർ ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. പൊരിച്ച മീനോ അല്ലെങ്കിൽ മുട്ടയുടെ മണമൊന്നും ഇല്ലാതെ ആഹാരം ഇറങ്ങാത്ത ആൾക്കാർക്ക് ഒരു 21 ദിവസത്തേക്ക് ടാസ്ക് ആയിരിക്കും. അവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണ് പറഞ്ഞേക്കുന്നത്, സ്ട്രിക്ട്ലി. പിന്നെ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ കണക്ക് മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ ഏതൊക്കെയോ 3-4 ഐറ്റംസ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഫുഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്.